പണ്ട് ലോകം ഇന്നത്തെപ്പോലെയല്ലായിരുന്ന ഒരു കാലം. മനുഷ്യർ ഭൂമിയിൽ പെറ്റുപെരുകുകയും നാഗരികതകൾ വളരുകയും ചെയ്ത നാളുകൾ. എന്നാൽ ആദം നബിക്ക് ശേഷം വന്ന തലമുറകൾ പതുക്കെ സ്രഷ്ടാവിനെ മറന്നു. അവർ കല്ലിലും മണ്ണിലും കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളെ വണങ്ങാൻ തുടങ്ങി. വദ്, സുവാ, യഗൂദ് എന്നിങ്ങനെ 5 വലിയ വിഗ്രഹങ്ങളെ ചുറ്റിപ്പറ്റിയായിരുന്നു അന്നത്തെ ജനങ്ങളുടെ ജീവിതം. സത്യം മറഞ്ഞുപോയ, അനീതി നിറഞ്ഞ ആ ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് അല്ലാഹു തന്റെ ദൂതനായി നൂഹ് നബിയെ നിയോഗിക്കുന്നത്. അദ്ദേഹം തന്റെ ജനതയുടെ ഇടയിലേക്ക് ചെന്ന് വിനയത്തോടെ സംസാരിച്ചു. എന്റെ ജനങ്ങളെ, നിങ്ങൾ എന്തിനാണ് ഈ നിശ്ചലമായ വിഗ്രഹങ്ങളെ വണങ്ങുന്നത്? നിങ്ങളെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ഏകനായ ദൈവത്തെ ആരാധിക്കൂ. അല്ലാത്തപക്ഷം കഠിനമായ ഒരു ശിക്ഷയെ നിങ്ങൾ ഭയപ്പെടേണ്ടിവരും. എന്നാൽ അധികാരികളും സമ്പന്നരും അദ്ദേഹത്തെ പരിഹസിച്ചു. നീ ഞങ്ങളെപ്പോലൊരു മനുഷ്യനല്ലേ? നിന്നെ പിന്തുടരുന്നത് കുറച്ചു പാവപ്പെട്ടവരല്ലേ? പിന്നെ എങ്ങനെയാണ് നീ പ്രവാചകനാകുന്നത്? എന്നവർ ചോദിച്ചു. വർഷങ്ങൾ 1 2 950 വർഷത്തോളം നൂഹ് നബി തന്റെ പ്രബോധനം തുടർന്നു. പകൽ സമയങ്ങളിൽ അദ്ദേഹം അവരെ പരസ്യമായി വിളിച്ചു. രാത്രികളിൽ രഹസ്യമായി ചെന്ന് സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ ഓരോ തവണ അദ്ദേഹം സംസാരിക്കുമ്പോഴും അവർ കാതുകളിൽ വിരലുകൾ തിരുകി വസ്ത്രം കൊണ്ട് മുഖം മൂടി നടന്നു. അദ്ദേഹത്തെ ഭ്രാന്തനെന്നും മന്ത്രവാദിയെന്നും വിളിച്ച് ആക്ഷേപിച്ചു. ഒടുവിൽ ഇനി ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് ബോധ്യമായപ്പോൾ നൂഹ് നബി തന്റെ സ്രഷ്ടാവിനോട് പ്രാർത്ഥിച്ചു. നാഥ, ഭൂമിയിൽ ഈ സത്യനിഷേധികളെ നീ അവശേഷിപ്പിക്കരുതേ, അവർ മറ്റുള്ളവരെ കൂടി വഴിപിഴപ്പിക്കും. ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടു. അല്ലാഹു അദ്ദേഹത്തോട് കൽപ്പിച്ചു, നൂഹ്, നീ എന്റെ മേൽനോട്ടത്തിൽ വലിയൊരു കപ്പൽ നിർമ്മിക്കുക. കടലോ വലിയ നദികളോ ഇല്ലാത്ത മണലാരണ്യത്തിൽ ഒരു കപ്പൽ പണിയുന്നത് കണ്ടപ്പോൾ ജനങ്ങൾ വീണ്ടും ചിരിച്ചു. നൂഹ് പ്രവാചകൻ വിട്ട് ഇപ്പോൾ ആശാരിപ്പണി തുടങ്ങിയോ എന്ന് അവർ കളിയാക്കി. പക്ഷേ അദ്ദേഹം ശാന്തനായി പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുന്നു, എന്നാൽ നാളെ ഞങ്ങൾ നിങ്ങളെ പരിഹസിക്കുന്ന ഒരു ദിവസമുണ്ട്. സെയ്തൂൺ മരങ്ങൾ മുറിച്ചും പലകകൾ മിനുക്കിയും ആ കൂറ്റൻ കപ്പൽ പൂർത്തിയായി. അപ്പോൾ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. ഭൂമിയിലെ ഉറവുകൾ പൊട്ടിത്തെറിച്ചു. നൂഹ് നബിയോട് അല്ലാഹു കൽപ്പിച്ചു, ഓരോ ജീവിവർഗത്തിന്റെയും ഓരോ ജോഡികളെ നീ കപ്പലിൽ കയറ്റുക, കൂടെ വിശ്വസിച്ചവരെയും. കപ്പൽ പ്രളയജലത്തിൽ ഉയർന്നുപൊങ്ങി. മലകളോളം വലിപ്പമുള്ള തിരമാലകൾക്കിടയിലൂടെ ആ കപ്പൽ നീങ്ങി. ആ സന്ദർഭത്തിലാണ് തന്റെ മകൻ ഒരു മലമുകളിലേക്ക് ഓടിക്കയറുന്നത് നൂഹ് നബി കണ്ടത്. വാത്സല്യനിധിയായ ആ പിതാവ് നിലവിളിച്ചു പറഞ്ഞു, എന്റെ പൊന്നുമകനെ, നീ കപ്പലിൽ കയറൂ, അവിശ്വാസികളുടെ കൂടെ അകപ്പെടരുതേ. പക്ഷെ മകൻ മറുപടി പറഞ്ഞു, ഈ മല എന്നെ സംരക്ഷിച്ചുകൊള്ളും. പിതാവിന്റെ കൺമുൻപിൽ വെച്ച് ഒരു വലിയ തിരമാല അവനെ കൊണ്ടുപോയി. പ്രവാചകന്റെ ഭാര്യയും മകനും ഉൾപ്പെടെയുള്ളവർ ആ പ്രളയത്തിൽ മുങ്ങിമരിച്ചു. വിശ്വാസം മാത്രമാണ് രക്ഷയുടെ ഏക മാർഗമെന്ന് ആ നിമിഷം ലോകത്തിന് ബോധ്യമായി. മാസങ്ങളോളം ആ കപ്പൽ പ്രളയജലത്തിലൂടെ ഒഴുകി. ഒടുവിൽ മഴ നിലച്ചു, ഭൂമി വെള്ളത്തെ വിഴുങ്ങി. ജൂദി പർവ്വതത്തിൽ ആ കപ്പൽ ഉറച്ചുനിന്നു. നൂഹ് നബിയും കൂടെയുള്ളവരും പുറത്തിറങ്ങി പുതിയൊരു ജീവിതം ആരംഭിച്ചു. മനുഷ്യരാശിയുടെ ഒരു പുതിയ തുടക്കമായിരുന്നു അത്. അതുകൊണ്ടുതന്നെയാണ് അദ്ദേഹത്തെ 2ാം ആദം എന്ന് ചരിത്രം വിശേഷിപ്പിക്കുന്നത്. സമാധാനത്തിന്റെയും നീതിയുടെയും പുതിയൊരു യുഗം അവിടെ പിറന്നു.